കേരളം ഒഴികെയുള്ള ഒറ്റ സംസ്ഥാനത്തിലും ഈ ഗ്രാമപഞ്ചായത്തുകളുടെ അധികാരത്തിന് താഴോട്ടേക്ക് അധികാരത്തിനെ വികേന്ദ്രീകരിക്കപ്പെട്ടിട്ടില്ല. ഡോക്ടർ അംബേദ്കർ ഭരണഘടന അവതരിപ്പിക്കുന്ന സമയത്ത് തന്നെ പറയുന്നുണ്ട് അധികാര വികേന്ദ്രീകരണത്തെക്കുറിച്ച്. അധികാരം ഒരാളിൽ നിക്ഷിപ്തമാകുമ്പോൾ, അത് കുറെ കൂടി ഏകാധിപത്യപരമായി നിക്ഷിപ്തമാകുമ്പോൾ അധികാരം എപ്പോഴും അഴിമതിക്ക് വിധേയമാകുമെന്ന് ലോകത്തിലെ ചരിത്രകാരന്മാർ പണ്ടേ പറഞ്ഞിട്ടുണ്ട്. 16-ാം നൂറ്റാണ്ട് മുതൽ ലോകപ്രശസ്ത ബ്രിട്ടീഷ് ചരിത്രകാരനായ ലോർഡ് ആക്ടൺ പറഞ്ഞിട്ടുണ്ട്, പവർ കറപ്റ്റ്സ് ആൻഡ് അബ്സല്യൂട്ട് പവർ കറപ്റ്റ്സ് അബ്സല്യൂട്ട്ലി. അധികാരം അഴിമതിക്ക് വിധേയമാണ്. പരമമായ അധികാരം പരമമായ അഴിമതിയെ വിളിച്ചു വരുത്തും എന്ന് ലോക ചരിത്രകാരന്മാർ 1400 കൊല്ലം മുമ്പേ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ത്യൻ ഭരണഘടനാ ശില്പികൾ ഇതൊക്കെ ദീർഘദർശിത്വത്തോടുകൂടി കണ്ടറിഞ്ഞുകൊണ്ടാണ് ഇന്ത്യൻ പ്രധാനമന്ത്രിക്കോ അല്ലെങ്കിൽ ഇന്ത്യയിലെ മുഖ്യമന്ത്രിമാർക്കോ ഇന്ത്യയിലെ മറ്റ് മന്ത്രിസഭാ അംഗങ്ങൾക്കോ മാത്രം അധികാരം നിക്ഷിപ്തമാകേണ്ട ആ അധികാരത്തിനെ താഴോട്ടിറക്കിക്കൊണ്ടുവന്ന് ഇന്ത്യയുടെ ഓരോ മനുഷ്യനും അധികാരത്തിന്റെ പ്രതിരൂപങ്ങളാകണമെന്നുള്ള ഏറ്റവും വിശാലമായ വീക്ഷണത്തോടു കൂടിയിട്ടാണ് ഭരണഘടനാ ശില്പികൾ ഭരണഘടനയെ വിഭാവനം ചെയ്തതും സൃഷ്ടിച്ചതും. അങ്ങനെ 29 വിഷയങ്ങൾ പഞ്ചായത്തി രാജിലൂടെ ആവിഷ്കരിക്കപ്പെട്ടപ്പോൾ, ഇന്ത്യൻ ഭരണഘടനയുടെ 73-74 അനുച്ഛേദങ്ങളിലൂടെ അത് താഴേക്കിറങ്ങി വന്നപ്പോൾ, അത് കേരളത്തിലാണ് ഏറ്റവും അധികം പ്രാപ്തമായ രീതിയിൽ, കഴിവുള്ള രീതിയിൽ നടപ്പിലാക്കപ്പെട്ടത് എന്ന് ഇന്ത്യയുടെ പ്ലാനിംഗ് കമ്മീഷൻ തന്നെ പറയാൻ തുടങ്ങിയിട്ട് ദശകങ്ങളായി. വേറൊരു സംസ്ഥാനത്തിലും ഇത്തരത്തിലുള്ള ഗ്രാമപഞ്ചായത്തുകളിലോ നഗരപാലിക അധികാരങ്ങളെ കേന്ദ്രീകരിക്കുന്ന മുനിസിപ്പാലിറ്റികളോ കോർപ്പറേഷനുകളോ ഒന്നുമില്ല. ഇവിടെ സൂചിപ്പിച്ച ഗ്രാമസഭകൾ, ആ ഗ്രാമസഭകളോട് ചർച്ച ചെയ്തുകൊണ്ടാണ്, ജനങ്ങളുടെ അഭിപ്രായം അറിഞ്ഞുകൊണ്ടാണ് ഓരോ വാർഡിലും നടക്കുന്ന വികസന പ്രവർത്തനങ്ങളെക്കുറിച്ചും അല്ലെങ്കിൽ എന്ത് നടത്തണമെന്നുള്ളതിനെ കുറിച്ചുമൊക്കെ രൂപകൽപ്പന ചെയ്യേണ്ടതെന്ന് ഈ ഭരണഘടനയിൽ എഴുതി വെച്ചിട്ടുള്ളതാണ്. ആ ഒരു നിയമമാണ് കേരളത്തിൽ 957 മുതൽ നടപ്പിലാക്കാൻ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റുകൾ, ഇടതുപക്ഷ ഗവൺമെന്റുകൾ തയ്യാറായിട്ടുള്ളത്.